ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു ലഞ്ച് ബോക്സ് റെസിപ്പിയാണ് നോക്കാൻ പോകുന്നത്. ക്യാരറ്റ് റൈസ് ആണ് കേട്ടോ. അതിനായിട്ട് ചെറുതായി അരിഞ്ഞ ചെറിയുള്ളി, കറിവേപ്പില, ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ്, ഇത്രയാണ് ആവശ്യം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന, എന്നാൽ കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ്. കടായിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം. നല്ല വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചിരിക്കുന്നത്. നമുക്ക് നെയ്യ് ഒഴിക്കുകയാണെങ്കിൽ അതും ഓക്കെയാണ്. ഒഴിച്ച ശേഷം ഉഴുന്നുപരിപ്പും പച്ചക്കടലപ്പരിപ്പും കുറച്ച് എടുത്തിട്ട് അതൊന്ന് പൊട്ടിക്കുക. അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് നമ്മുടെ കഴുകി വെച്ചിരിക്കുന്ന കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയും കൂടി ഒന്ന് മൊരിഞ്ഞ ശേഷം ചെറുതായിട്ട് അരിഞ്ഞ് ചെറിയുള്ളി ഇട്ട് കൊടുത്തിട്ട് നമുക്കതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇത്രയും മതി. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ്. ഒന്ന് ഇളക്കി അത് മൂത്ത് വന്ന ശേഷം നമുക്കതിലേക്ക് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് ഇട്ട് കൊടുക്കുക. ഒരു 2 വലിയ ക്യാരറ്റാണ് കേട്ടോ ഞാൻ അതിലേക്ക് എടുത്തിരിക്കുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അത് വെള്ളം ഒഴിക്കുക, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒരു ക്രഞ്ചിനെസ് ആയിട്ട് അത് ഉണ്ടാവും. ഒരുപാട് നമ്മളിങ്ങനെ ഉപ്പേരിക്കൊക്കെ വെക്കുന്ന പോലെ വെന്തുടയേണ്ട ആവശ്യമില്ല. ഗ്രേറ്റ് ചെയ്തതാണല്ലോ, വേഗം അത് ആയിക്കോളും. പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. നമ്മളിതിലേക്ക് ചോറിട്ട് കൊടുക്കുന്നുണ്ട്. സോ ചോറിട്ടിട്ട് ഉപ്പിടുന്നതിനേക്കാളും ഉപ്പിട്ട് കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് പിടിക്കും. അപ്പോൾ നമ്മൾ എത്ര ചോറാണോ എടുക്കുന്നത് അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ളൊരു ഉപ്പ് നമ്മൾ ഇട്ട് കൊടുക്കുക. പോരെങ്കിൽ നമുക്ക് അവസാനം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇതാക്കിയിട്ട് അടച്ച് വയ്ക്കാം. അടച്ച് വെച്ച ശേഷം ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്ന് തുറന്ന് നോക്കുക. നന്നായിട്ടൊന്ന് ആവിയൊക്കെ വന്ന് നല്ല ഒരു കുഴഞ്ഞ പരുവമായിട്ടുണ്ടാവും കേട്ടോ. ഒരുപാട് വേകേണ്ട ആവശ്യമില്ല, വെന്തുടയേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചോറിട്ട് കൊടുക്കാം. സാധാരണ നന്നായിട്ട് വെന്തുടഞ്ഞ ചോറൊന്നും ഇടരുത്. നല്ല കുറച്ചൊരു പൊരുപുരാന്നുള്ള ചോറ് വേണം ഇടാൻ, എന്നാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇതിപ്പോൾ കുറച്ച് വലിയ റൈസാണ് കേട്ടോ. സാധാരണ ഞാൻ പൊന്നിയരിയൊക്കെയാണ് ഇതിന് യൂസ് ചെയ്യാറുള്ളത്. അതാണ് കുറച്ച് നല്ലത്. പക്ഷെ ഇന്നിപ്പോൾ ഇതിലുണ്ടാക്കിയെന്നേ ഉള്ളൂ. എന്നിട്ട് നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കാം. നമുക്ക് നല്ല പോലെ മിക്സാക്കി ഈ ക്യാരറ്റിൻ്റെ മിക്സും ചോറും തമ്മിൽ നന്നായി ഒന്ന് കുഴഞ്ഞ് മിക്സായി വരണം. അപ്പോൾ നല്ല പോലെ ഇളക്കി കൊടുക്കാം. ഇളക്കി യോജിപ്പിച്ച് നമുക്ക് ഉപ്പൊക്കെ മതിയാണോ എന്ന് ഈ സ്റ്റേജിലൊന്ന് നിങ്ങൾ നോക്കുക. പോരാ എന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് എല്ലാവിടേക്കും ഒന്ന് വിതറി കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് എഗെയിൻ ഒന്ന് നന്നായി മിക്സ് ചെയ്യുക കേട്ടോ. അല്ലെങ്കിൽ ഉപ്പ് അവിടെ പിടിച്ചിരിക്കും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ നല്ല നോക്കിപ്പോൾ ഒരു പുരാന്ന് നല്ലൊരു കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ. അപ്പം അങ്ങനെ നമ്മുടെ ക്യാരറ്റ് റൈസ് റെഡിയായി. ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പമാണ്. എന്നാൽ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള കളർഫുള്ളായിട്ടുള്ള ഒരു റൈസാണിത്. അപ്പോൾ എല്ലാവരും, കുഞ്ഞു മക്കളുള്ള എല്ലാ അമ്മമാരും ഇത് ഉണ്ടാക്കി കുട്ടികൾക്ക് കൊടുക്കുക, ഉണ്ടാക്കി നോക്കുക. താങ്ക് യു.